CMS Anglican Church in Central Travancore has laid on this ground. അവർ എന്തിനാണ് ഇവിടെ എത്തിയത്? ഇവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ സൺഡേ സ്കൂൾ തുടങ്ങുന്നത്. വചനം, വിദ്യാഭ്യാസം, മിഷണറിമാരുടെ സംഭാവനകൾ. ഹോളി ഇമ്മാനുവൽ CSI ചർച്ച്, ആ പള്ളിയുടെ മുൻപിൽ ഞങ്ങൾ നിൽക്കുകയാണ്. സാർ ഈ പള്ളിയിലെ അംഗമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കോളേജ് CMS കോളേജ്, ആ കോളേജിലെ പ്രൊഫസർ ആയിരുന്നു. ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ദ ഫസ്റ്റ് CMS Anglican Church in Central Travancore has laid on this ground on Wednesday 9th March 1836 at 10 a.m. jointly by Reverend Joseph Pete, Benjamin Bailey, Reverend Henry Baker and Reverend Woodcock. All are missionaries. Joseph Pete, ബെഞ്ചമിൻ ബെയ്ലി, ഹെൻറി ബേക്കർ, വുഡ്കോക്ക് നമുക്ക് പരിചിതമായ പേരുകളല്ല. അവർ എന്തിനാണ് ഇവിടെ എത്തിയത്? അവർ യേശുവിൻ്റെ സുവിശേഷവുമായി വെളിച്ചം പകരുവാനായി, ജനത്തെ രക്ഷിക്കുവാനായി, രക്ഷയുടെ സന്ദേശവുമായി ഇവിടെ. അതാണ് ഈ പള്ളിയുടെ തുടക്കം. മിഷനറിമാരാൽ പള്ളിയുടെ പണിക്ക് തുടക്കം കുറിക്കപ്പെട്ട ഈ പള്ളി, ഇവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ സൺഡേ സ്കൂൾ തുടങ്ങുന്നത്. അത് 1869-70 ആ കാലഘട്ടം. കേരളത്തിലെ ആദ്യത്തെ സൺഡേ സ്കൂൾ. കേരളത്തിൽ ആദ്യമായി VBS തുടങ്ങുന്നത് ഈ പള്ളിയിലാണ്. നമ്മളുടെ ചെറിയ ചുവടുവയ്പ്പുകൾ അത് എത്ര വലിയ കാര്യങ്ങളിലേക്കാണ് ദൈവം കൊണ്ടെത്തിക്കുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ കാവുംഭാഗത്ത് VBSന് പോകുന്നത് ഓർക്കുന്നു. അന്ന് VBS അവധിക്കാലത്ത് VBSന് പോകുക എന്നുള്ളത് ഒരു എസൻഷ്യൽ ആക്ടിവിറ്റി ആയി. ആ VBS എൻ്റെ ഹൃദയത്തിൽ ആഴമായ ഇംപ്രഷൻസ് ഉണ്ട്. അങ്ങനെ എനിക്കും കുഞ്ഞുങ്ങളോട് സുവിശേഷം പറയുന്ന ഒരു വ്യക്തിയാകുവാൻ ദൈവം ഭാഗ്യം നൽകി. എത്ര വലിയ കാര്യം! ലെഗസി ഓഫ് ദിസ് ചർച്ച്. ഇതെല്ലാവരുടെയും കൂടെ പള്ളിയായിരുന്നു. ഇതിനു മുൻപുണ്ടായിരുന്നതാണ് കാട്ടുപള്ളി. ഈ നാട്ടുകാരുടെ, മല്ലപ്പള്ളിക്കാരുടെ ആദ്യത്തെ പള്ളി. ഞങ്ങൾ മല്ലപ്പള്ളിയിലെ ആദ്യത്തെ പള്ളിയുടെ മുറ്റത്ത് വന്നിരിക്കുകയാണ്. 1834 കാട്ടുപള്ളി എന്ന പേരിലും അറിയപ്പെടുന്ന വെങ്ങലശ്ശേരി പള്ളി. ഇന്ന് മല്ലപ്പള്ളിയിൽ ഒരു 100 പള്ളികൾ, യേശുവിനെ ആരാധിക്കുന്ന 100-ലധികം ഇടങ്ങൾ. ഇതിൻ്റെ തുടർച്ച ഒരു 200-ലധികം ആരാധനാലയങ്ങൾ ഇന്ന് ഈ പള്ളിക്ക് ചുറ്റും. അതിൻ്റെ തുടക്കം ഈ പള്ളി. അതെ, നമ്മൾ തുടങ്ങുന്ന ചെറിയ തുടക്കങ്ങൾ അതൊക്കെ ഒരു വലിയ വ്യാപനത്തിൻ്റെ, ഒരു വലിയ വളർച്ചയുടെ തുടക്കങ്ങളാണ്. അന്ന് അവർക്ക് പല ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്, എതിർപ്പുകൾ നേരിട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇന്ന് അതൊക്കെ, ആ ദർശനത്തിന്റെ സാക്ഷാത്കാരം നമ്മൾ കാണുകയാണ്. ഇനിയും കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഇനിയും ആയിരക്കണക്കിന് സഭകളുണ്ടാകും. അതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്നതുപോലെ ഇതാ ഇവിടെ ആരൊക്കെയോ ഒരു ദർശനവുമായി വന്നതിൻ്റെ തുടക്കം. നമുക്കും സ്വപ്നങ്ങൾ കാണാം യേശുവിന് വേണ്ടി. റവറൻഡ് ജോർജ് മാത്തൻ, മല്ലപ്പള്ളി അച്ഛൻ, 1819 മുതൽ 1870. എന്താണ് ജോർജ് മാത്തൻ അച്ഛൻ്റെ പ്രത്യേകത? അദ്ദേഹമാണ് ഒന്നാമത്തെ നാട്ടുപട്ടക്കാരൻ. ഇദ്ദേഹത്തെ ഓർഡെയിൻ ചെയ്യുവാനായി ഇവിടേക്ക് സുവിശേഷകർ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ആരെയും നിർബന്ധിച്ച് ഒന്നും ആക്കുവാനല്ല, സത്യസുവിശേഷം. യേശു പറഞ്ഞു, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. എന്താണ് വെളിച്ചത്തിന്റെ പ്രത്യേകത? അത് പ്രകാശിക്കും, അന്ധകാരത്തെ മാറ്റി അത് പടരും. ആ വെളിച്ചം പകരുവാനായി എത്തിയ ദൈവദാസന്മാരുടെ തുടർച്ച ജോർജ് മാത്തൻ. ഇത് ജോർജ് മാത്തൻ മെമ്മോറിയൽ ആശുപത്രി. മിഷനറിമാർ ഇവിടെ വന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായി ഉണ്ടായ, അവർ തറക്കല്ലിട്ട ബെഞ്ചമിൻ ബെയ്ലിയും ഹെൻറി സായിപ്പും ജോസഫ് പീറ്റ് സായിപ്പും ഒക്കെ ചേർന്ന് തറക്കല്ലിട്ട ആ പള്ളി, അതിൻ്റെ തുടർച്ചയായി ഈ ആശുപത്രി. CMS ഇംഗ്ലീഷ് ഹൈസ്കൂൾ മല്ലപ്പള്ളി 1854 തുടങ്ങിയ സ്കൂൾ 175 വർഷം മുമ്പ് ഈ ജില്ലയിലെ, പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ സ്കൂൾ. ഇത് എങ്ങനെയാണ് സ്ഥാപിതമായത്? ഇതും മിഷനറിമാരുടെ കടന്നുവരവിൻ്റെ ഫലമായി ഉണ്ടായ സ്കൂളാണ്. അപ്പോൾ സുവിശേഷം എത്തുമ്പോൾ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഏതൊക്കെ മേഖലകളിൽ? ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഇവിടെ, അവർക്ക് വിദ്യാഭ്യാസം ലഭിച്ചു. ഇവിടെ എല്ലാ ദിവസവും
അരമണിക്കൂർ വേദപഠന ക്ലാസ് ഉണ്ടായി. അങ്ങനെ വചനം, വിദ്യാഭ്യാസം, മിഷനറിമാരുടെ സംഭാവന. ഇത് നമ്മുടെ സമയമാണ്. നമ്മളെപ്പറ്റിയും നമ്മുടെ പേരറിഞ്ഞില്ലെങ്കിലും നമ്മളിലൂടെ ആരൊക്കെയോ യേശുവിനെ അറിയാത്ത സമൂഹങ്ങൾ അവർ യേശുവിനെ അറിയണം. ഇത് നമ്മളുടെ ചുമതലയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. വേദപുസ്തകത്തിൽ താലന്തിൻ്റെ കഥയുണ്ട്. ഒരാൾക്ക് 5 താലന്ത്, ഒരാൾക്ക് 2, ഒരാൾക്ക് 1. 5ഉം 2ഉം കിട്ടിയവർ അത് ഇരട്ടിയാക്കി. 1 കിട്ടിയവൻ അത് കുഴിച്ചു. എന്താണ് യജമാനൻ പറഞ്ഞത്? ദുഷ്ടനും അലസനുമായ ദാസൻ. നമ്മൾക്ക് കേൾക്കേണ്ടത് വിശ്വസ്തനായ ദാസനെ ദാസി എന്ന വിളിയാണ്. അതിനുള്ള അവസരം ഇതാണ്. ഇത് നമുക്ക് ഉപയോഗിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ.